ഈ ലേഡിയുടെ കയ്യിലുള്ള കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്നതിനായി രണ്ട് ജീവികൾ വേഗത്തിൽ ഓടി വരുന്നു. അവയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി ആ ലേഡി വേറെ വഴിയില്ലാതെ കുഞ്ഞിനെ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നു. പക്ഷെ അവർ കുഞ്ഞിനെ ഒഴുക്കിവിട്ട അടുത്ത നിമിഷം തന്നെ ആ ജീവികൾ ആ ലേഡിയെ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം അവർ നദിയിൽ ഒഴുകിയ കുഞ്ഞ് വെള്ളത്തിലൂടെ ഒഴുകി വേറൊരു സ്ഥലത്ത് കരക്കടിയുന്നു. അത് കണ്ട രണ്ട് കൊച്ചുകുട്ടികൾ അത് തങ്ങളുടെ അച്ഛനോട് വന്ന് പറയുന്നു. ആ നാട്ടിലെ മനുഷ്യരെല്ലാം പൊക്കമില്ലാത്തവരാണ്. ആ കുട്ടികൾ അച്ഛനെ നദിക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷെ അച്ഛൻ ആ കുഞ്ഞിനെ കണ്ടതും ഇത് ഉയരമുള്ള മനുഷ്യരുടെ കുഞ്ഞാണ്, അവനെ എടുത്തുകൊണ്ടുപോയാൽ തങ്ങളുടെ നാടിന് ആപത്താവുമെന്ന് പറയുന്നു. അതേസമയം ഗ്രാമത്തലവന്റെയും ഇയാളുടെ വൈഫിന്റെയും ശബ്ദം കേൾക്കുന്നു. അവരിത് അറിയാതിരിക്കുന്നതിനായി ഇയാൾ അവരുടെ അടുത്തേക്ക് ഓടുന്നു. അതിനുശേഷം ഗ്രാമത്തലവൻ പോയതും കുട്ടികളെ കാണാത്തത് കൊണ്ട് അയാൾ നോക്കാനായി നദിക്കരയിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ അയാളുടെ വൈഫ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്നു. ഇയാൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് കൈക്കുഞ്ഞായതുകൊണ്ട് നദിയിൽ ഒഴുക്കാൻ മനസ്സില്ലാതെ എടുത്തുകൊണ്ടു പോകുന്നു. വീട്ടിലേക്ക് വന്നതും കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. അയാളെ കണ്ട് കുഞ്ഞ് ഭംഗിയായി ചിരിക്കുന്നു. അതിൽ മയങ്ങി അയാൾക്കും കുഞ്ഞിനോട് സ്നേഹം തോന്നുന്നു. അവസാനം നോക്കുമ്പോൾ ആ കുഞ്ഞിനെ അന്വേഷിച്ച് ആ ജീവികൾ ഈ ഗ്രാമത്തിലേക്ക് വന്ന് ഗ്രാമം മുഴുവൻ നശിപ്പിക്കുന്നു.